Hi guys. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് വേർഡ് ഫയലിൻ്റെ തന്നെ ഹോം പേജിലെ കുറച്ച് ഫീച്ചേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഇൻസേർട്ട് ടാബും പേജ് ലേഔട്ട് ടാബും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഹോം ടാബിൽ നമ്മൾ ലാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്തത് ലൈൻസിൻ്റെ കളേഴ്സ് കൊടുക്കുന്ന ആ ഒരു ഹോൾ ലൈനിന്റെ കളേഴ്സ് കൊടുക്കുന്നതായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്കൊരു ലൈൻസ് അണ്ടർലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ലൈൻസ് അല്ല, ടോട്ടൽ ആൻഡ് ലൈൻസിന്റെ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ കാണുന്ന ബോട്ടം ബോർഡർ അല്ലെങ്കിൽ ടോപ്പ് ബോർഡേഴ്സ്. എങ്ങനെ വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം. യൂഷ്വലി ഇപ്പോൾ അണ്ടർലൈൻ എന്ന് പറയുമ്പോൾ സെലക്ട് ചെയ്ത വേർഡ്സിൽ മാത്രമായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക. മറ്റത് കഴ്സറിന്റെ ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമുക്ക് അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലൈൻ കൊടുക്കണമെങ്കിലാണ് നമ്മൾ ബോട്ടം ബോർഡേഴ്സ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നിങ്ങൾക്ക് കുറേ സ്റ്റൈൽസ് കാണാൻ സാധിക്കും. സോ ദിസ് ഈസ് എൻ ഓപ്ഷൻ which we can use to change the heading as well as the subheading styles. So for example, ഇപ്പോൾ ഈ കാണുന്ന ഈ ടോട്ടൽ പാറ്റേൺ നിങ്ങൾക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മൗസ് പോയിന്റർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഡിസൈൻസിലും സ്റ്റൈൽസിലും വരുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, so like this. Then change styles നമ്മൾ വേർഡ് ആർട്ടൊക്കെ ചെറുതിലെ തൊട്ട് പഠിക്കുന്ന ഇതാണ്. നമുക്ക് ചെറിയ വേർഡ് സ്റ്റൈൽസ് ഒക്കെ നമുക്കിവിടെ എനിക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽസിലോട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ വരുത്തുന്ന ഈ ചേഞ്ചസ് അല്ലെങ്കിൽ കളേഴ്സിൽ വരുത്തുന്ന ചേഞ്ചസ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ കണ്ടോ. സോ ദിസ് ഈസ് സം ഓഫ് ദി മെത്തേഡ്സ് വി ക്യാൻ യൂസ് ടു ചേഞ്ച് ദി ഓവറോൾ look of the content. The next is find and replace option. നമുക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ഓപ്ഷനാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഈ ഒരു ടേമിൽ ഏതെങ്കിലും ഒരു വാക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, സോ ഹിയർ യു ക്യാൻ സീ എ നാവിഗേഷൻ ബോക്സ് അപ്പിയർ. ഹിയർ ഫോർ എക്സാമ്പിൾ ഐ എം ഗോയിങ് ടു സെർച്ച് എ തിങ് ലൈക്ക് ഫിലിം എന്നൊരു വാക്ക് ഞാൻ ഒരു വേർഡ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടോ. സോ ആ ഫിലിം എന്ന് പറയുന്ന ടേം എവിടെയൊക്കെ ആ ഹോൾ ഡോക്യുമെന്റിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് അത് സെർച്ച് ചെയ്ത്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ഞാനിപ്പോൾ റീപ്ലേസ് കൊടുക്കുകയാണ്. സോ റീപ്ലേസിൽ ഫിലിം എന്ന് പറയുന്ന വാക്കിന്റെ അവിടെ എനിക്ക് മൂവി എന്നാക്കണം. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ചേഞ്ച് ദ ഫിലിം ടു മൂവി. സോ എനിക്ക് ഓരോന്നായിട്ട് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ റീപ്ലേസ് ഓൾ കൊടുക്കാം. സോ ടോട്ടൽ 18 റീപ്ലേസ്മെന്റ്സ് were made. എനിക്ക് ഇനിയും സെർച്ച് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നോ, ഐ ഡോണ്ട് വാണ്ട് ടു സെർച്ച്. സോ ഐ ക്യാൻ ക്ലോസ് ഇറ്റ്. സോ ഇവിടെ കാണുന്നുണ്ടല്ലോ, സോറി. സോ എനിക്കിവിടെ മൂവി ഫൈൻഡിന്റെ സ്ഥാനത്തൊക്കെ എനിക്ക് മൂവി ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്ഷൻ. So these are some of the main or important or daily using options when we trying to do something in a Word, Microsoft Word. Next option is insert option. Insert option le first തന്നെ ഒരു cover page options നമുക്ക് കാണാൻ സാധിക്കും. സോ കണ്ടോ, അപ്പോൾ നമ്മുടെ ഡോക്യുമെന്റിന്റെ ഫ്രണ്ട് പേജ് എങ്ങനെയായിരിക്കണം, so how it should look. So this is called a cover page. For example, I am selecting this option. Then ഇപ്പം നിങ്ങളൊരു മാഗസീനൊക്കെ ക്രിയേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കവർ പേജസ് യൂസ് ചെയ്യാം. ഹിയർ യു ക്യാൻ ടൈപ്പ് വാട്ട് എവർ യു വാണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം. യു ക്യാൻ ടൈപ്പ് ദി ഹെഡിങ് ഓഫ് ദി ഡോക്യുമെന്റ്. ഓക്കെ, then you can as usual നിങ്ങൾക്ക് സേവ് ചെയ്യുന്നതിൽ സേവ് ചെയ്യാം. Then next is a blank page option. Here you can see that blank page option.
സോ ബ്ലാങ്ക് പേജ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഉണ്ടോ, എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലാങ്ക് പേജ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ കേഴ്സർ എവിടെയാണോ വെച്ചിട്ട് ബ്ലാങ്ക് പേജ് കൊടുക്കുന്നത് അവിടെ തൊട്ട് എനിക്കൊരു ബ്ലാങ്ക് പേജ് ഇൻസേർട്ടായി വരും. Right. So if I am placing my cursor here in just front of the entries and I am just clicking the blank page, then one ഞാൻ cursor എവിടെയാണ് വെച്ചിരുന്നത് അല്ലേ, അവിടെ നിന്ന് ഒരു ബ്ലാങ്ക് പേജ് എനിക്ക് ക്രിയേറ്റ് ആവും. Then another option is a page break option. For example, I am selecting a line. So this is a page break option. So ഞാൻ എവിടെയാണോ സെലക്ട് ചെയ്തത് അവിടെ വെച്ച് ഞാൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒരു പേജ് ബ്രേക്ക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സോ എ പേജ് വിൽ ക്രിയേറ്റ് ഇൻ ബിറ്റ്വീൻ ദി gaps. So this is a page break option. കണ്ടല്ലോ, എനിക്ക് ഇതിനിടയിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ സ്ഥിരം യൂസ് ചെയ്യേണ്ടി വരുന്ന അനദർ ഓപ്ഷൻ ഇസ് കോൾഡ് എ ടേബിൾ ക്രിയേഷൻ. ഇപ്പൊ നിങ്ങൾക്കിവിടെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കിവിടെ ഒരു കോളമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ അല്ല, യു നീഡ് 2-3 columns. Then these are the rows. You can see like 5-6 rows I have created, and if you need 3 columns and 5 rows കണ്ടോ. സോ ഇങ്ങനെ നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് സെലക്ട് ചെയ്തെടുക്കാം. അതർവൈസ് നിങ്ങൾക്ക് ക്വിക്ക് ടേബിൾസ് കണ്ടോ, ഒരു കാലണ്ടർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇല്ല, ഇഫ് യു നീഡ് ടു ആൻ ഇൻസേർട്ട് ടേബിൾ, നിങ്ങൾക്ക് നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും അറിയാമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ടൈപ്പ് ഹിയർ. For example, I need 10 columns with 5 rows. Okay, kanda 10 column 5 row. So this is a method which is you can use for table creation. Table തന്നെ പല സ്റ്റൈൽസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ ഓരോ സ്റ്റൈൽ എടുക്കുന്നതിനനുസരിച്ച് എനിക്ക് ഇവിടെ ചേഞ്ചസ് വരും. പക്ഷേ ഈ ഓപ്ഷൻസ് ഒന്നും നമുക്ക് എക്സലിൽ, മൈക്രോസോഫ്റ്റ് എക്സലിൽ ഉണ്ടാകത്തില്ല. ബട്ട് വേർഡിൽ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ബോർഡേഴ്സിന്റെ ഡിസൈൻസ് മാറ്റാം. ഫുൾ ബോർഡേഴ്സ് എങ്കിൽ അങ്ങനെ ചെയ്യാം. ഷെയ്ഡിങ്സിന് എന്തെങ്കിലും കളേഴ്സ് കണ്ടോ, ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോളം ആണെങ്കിൽ എനിക്കത് സെലക്ട് ചെയ്യാം. 13ന്റെ ഈ ഒരു റോ സെലക്ട് ചെയ്യാം. എനിക്ക് അവിടെ ടോട്ടലി ഷെയ്ഡിങ്സ് മാറ്റാം. ഇറേസർ ഐ ക്യാൻ യൂസ് ടു ഇറേസ് ദി കോളം, ഫിഗേഴ്സ്, ഡേറ്റാസ് ഒക്കെ ഇറേസ് ചെയ്ത് കളയാം. ആ കോളം ഫുൾ ഇറേസ് ചെയ്ത് കളയണമെങ്കിൽ അതിൻ്റെ ടോപ്പിൽ വെച്ച് ക്ലിക്ക് ചെയ്താൽ മതി. എനിക്ക് കോളം തന്നെ ഇറേസ് ചെയ്ത് പോകാൻ പറ്റും. ഇല്ല, എനിക്കിനി 2-3 റോയും കൂടെ വരയ്ക്കണം ഉണ്ടോ. സോ ഐ ക്യാൻ യൂസ് ദി ഡ്രോ ടേബിൾ ഓപ്ഷൻ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ വരയ്ക്കാം. സോ ദീസ് ആർ സം ഓഫ് ദി advantages in drawing a table in the Microsoft Word. So next option you can see is you can insert pictures. ഒരു പിക്ചർ ഇതിൽ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. റൈറ്റ്, ഫോർ എക്സാമ്പിൾ ഇഫ് ഐ വാണ്ട് ടു ഇൻസേർട്ട് ദിസ് പിക്ചർ, പിക്ചറിന്റെ സൈസ് നമുക്ക് എനിക്ക് എൻലാർജ് ചെയ്ത് കൊടുക്കാനും അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈസ് എൻലാർജ് ചെയ്യുമ്പോൾ അതിന് നിൽക്കാനുള്ള സ്പേസ് കൂടെ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഫിറ്റ് ആവത്തുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ജംപ് ടു ആൻ അനദർ സ്പേസ്. അപ്പോൾ പിക്ചർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറ് ഒരു ഈസി വേ എന്ന് പറയുന്നത് നമ്മൾ ഇൻസേർട്ടിൽ തന്നെ ഷേപ്സിന്റെ ഓപ്ഷൻ എടുക്കുക. ഷേപ്പിൽ നിങ്ങളൊരു സ്ക്വയർ ബോക്സ് സെലക്ട് ചെയ്യുക. സ്ക്വയർ ഓർ റെക്ടാങ്കിൾ വാട്ടെവർ ഇറ്റ് ഈസ് സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ ഷേപ്പ് ഫില്ല് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ മുകളിൽ വരുന്നുണ്ടാവും അല്ലേ. അപ്പം അതിൻ്റെ ഇൻസൈഡ് നമുക്ക് കളേഴ്സ് ഒന്നും വേണ്ടല്ലോ. സോ ജസ്റ്റ് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുക. ദെൻ റൈറ്റ് ക്ലിക്ക് ഓൺ ദ ഇമേജ് ആൻഡ് സെലക്ട് ദി ഓപ്ഷൻ ആഡ് ടെക്സ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആ ഷേപ്പിൽ കിട്ടുക. അതിനുശേഷം ഈ പിക്ചറിന് എന്ത് ചെയ്യുക, Ctrl+X കൊടുക്കുക. അപ്പോൾ കട്ടാവും. ദെൻ Ctrl+Paste കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഈ പിക്ചേഴ്സിന്റെ ഷേപ്പ് മാറ്റി കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഈ പിക്ചറിന്റെ സൈസ് ഇച്ചിരി വലുതാക്കിയാലും പിക്ചർ അവിടെ നിന്നും കൂടി പോകത്തില്ല. ഇറ്റ് വിൽ ഓൺലി സ്റ്റേ ഇൻസൈഡ് ദി ഷേപ്പ് വി ഹാവ് ഗിവൻ.
കണ്ടോ. എന്നിട്ട് നമുക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കീബോർഡിൽ ആരോ യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ മൂവ് ചെയ്യാം, അതുപോലെ ഇങ്ങനെ മൂവ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ആൻ ഓപ്ഷൻ which we can use to insert a picture in a small space or something. For example, ഒരു CV തയ്യാറാക്കണം, അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഇൻസേർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. സോ നെക്സ്റ്റ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലിപ്പ് ആർട്സ്, ഷേപ്പ്, സ്മാർട്ട് ആർട്ട് കണ്ടോ, ഇതൊക്കെ നമ്മൾ ഓരോ ഡയഗ്രാംസ്, ഫിഗേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സ്മാർട്ട് ആർട്സ് അല്ലെങ്കിൽ ചാർട്ട്. സോ ചാർട്ട്സ് ഒക്കെ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചാർട്ട് നോക്കാം. സോ ദീസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.